ശരി, അപ്പൊ ഇതിലും നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ റേറ്റിംഗ് ഇങ്ങനെ കേറി വരുമ്പോ ഈ സോപ്പ് പതയും അതുപോലെ വെളിച്ചെണ്ണയും ഇതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ വേറെ ലെവൽ ചിന്തിക്കുകയാണ്. ഭയങ്കര ടെക്നോളജി ഉള്ള ഒരാളെ ഈ അടുത്ത് ഞാൻ കളമശ്ശേരിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പൊ ഇതിലും ആ ഒരു ടെക്നോളജി അദ്ദേഹത്തിന്റെ മാസ്റ്റർ ബ്രെയിനിൽ ഉദിച്ചു. ശരിക്കും ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ജനറേഷൻ കാലത്തിൽ വരേണ്ട ഒരു ടെക്നോളജിയാ അത് അദ്ദേഹം ഇപ്പോഴേ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം മിസ്റ്റർ ഷിബു മാത്യു അദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ച ആ ഒരു ടെക്നോളജി ഞാനിങ്ങനെ ഊറ്റിയെടുത്ത് നമ്മുടെ സ്റ്റാർ മാജിക്കിലേക്ക് ഒരു ഗെയിം കളിപ്പിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ഇനി ബലൂണൊക്കെ കുറച്ച് നേരത്തേക്ക് നമ്മൾ മാറ്റി വെക്കുക. എന്ത് ബലൂൺ എവിടത്തെ ബലൂൺ അങ്ങനെയല്ല, പക്ഷെ ഇന്നത്തെ ദിവസം ഫുൾ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഗെയിംസ് ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, അവര് രണ്ടുപേരും അവിടെ ഇരിക്കുന്നു, അവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പൂട്ടിയിട്ടേക്കുന്നത്. ശരിയാക്കി തരാം എന്താണ് ഗെയിം എന്നുള്ളത് ഞാൻ പറയുമ്പോൾ ഏകദേശം മനസ്സിലാവും. നിങ്ങളാണ് ഈ ടെക്നോളജീസ് എന്താ പറയാ അഡോപ്റ്റ് ചെയ്ത് കളിക്കാൻ ഭാഗ്യവാന്മാരെന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, അപ്പൊ ഇതിലും ലാന ടെക്നോളജീസ് ഇപ്പൊ മിഡിൽ ഈസ്റ്റിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രചാരമേറിയിട്ടുള്ള ടെക്നോളജിയാണ് നമ്മുടെ കളമശ്ശേരിയിൽ ഡെവലപ്പ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മിഡിൽ ഈസ്റ്റിലൊക്കെ ഫുൾ ആയിട്ട്. സോ ലാന ടെക്നോളജീസ് ഇറ്റ്സ് ഓൾ അബൌട്ട് CCTV ആൻഡ് കംപ്ലീറ്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ്. അപ്പം അവരുടെ ടെക്നോളജിയാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. ശരിക്കും ഇന്നത്തെ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിലുണ്ടല്ലോ വേണ്ട രീതിയിൽ നമുക്ക് സേഫ്റ്റി സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വലിയ മോൾസിലാണെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നോളജീസ് നമ്മൾ ഇവിടെ കാണിക്കാൻ കേട്ടോ. ഒരു ഗെയിം രൂപേണ. സൂചേട്ടാ വീട്ടില് കള്ളം കയറിയിട്ടുണ്ടോ? സുധിച്ചേട്ടൻ എപ്പൊക്കെ കയറണു എന്നുള്ളത് ഭാര്യയ്ക്ക് മനസ്സിലാവാൻ വേണ്ടി. അനു എപ്പോഴെങ്കിലും കള്ളം കയറിയിട്ടുണ്ടോ വീട്ടില്? കേറിയിട്ടുണ്ട്. ആരായിരുന്നു? ഞാൻ ഉറങ്ങിക്കിടന്ന് പറഞ്ഞില്ലേ കള്ളം കള്ളക്കാമുകനാന്ന് മാത്രം. അവള് ഉറങ്ങി കിടന്നപ്പോ അരഞ്ഞാണ് കടിച്ചെടുത്തിട്ട് പോയത്. ഏത് മീശമാത്തവരായിരുന്നു? ആരുടെയെങ്കിലും വീട്ടില് കള്ളം കയറിയിട്ടുണ്ടോ? വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ വിലപ്പെട്ട 2 കോഴികളെ കൊണ്ടുപോയി. വിലപ്പെട്ട കോഴി എന്ന് പറഞ്ഞാൽ അതിന്റെ പേരെന്താണ്? സ്നേഹം നൽകി വളർത്തി ഞങ്ങൾക്ക് ഡെയിലി മുട്ട തന്നോണ്ടിരുന്ന കോഴികളെ കൊണ്ടുപോയി. മുട്ട് തരണ കോഴിയോ? ഞങ്ങളുടെ ഹോസ്റ്റലിൽ കള്ളം കേറിയിട്ടുണ്ട് പകല്. സുന്ദരനായിരുന്നു മക്കൾ. അല്ല, അവിടെ ഉള്ളൊരു കൊച്ചിനെ ഉണ്ടല്ലോ കയ്യും കാലും കെട്ടി കട്ടിലിനടിയിലിട്ടു. ആണോ? സത്യം. ഈ കൊച്ച് ആ കൊച്ചാണോ? ഈ കൊച്ചാണോ? ആ കൊച്ചിന്റെ കൈ കെട്ടിയ വള്ളി അതിന്റെ പുറകിലുണ്ട് തിരിച്ചു വെച്ച് ആ വള്ളി വെച്ചിട്ടാണ് കൈയും കാലും കെട്ടിയത്. എന്റെ വീട്ടിലും കയറിയിട്ടുണ്ട്. ഞങ്ങള് പിടിച്ചു. പക്ഷെ പിടിച്ചിട്ട് നല്ല ഇടി കൊടുത്തു. അതും ഐശ്വര്യന്റെ വീട്ടില്. ഐശ്വര്യന്റെ വീട്ടിൽ കയറിയ കള്ളം പിന്നെ ജീവിച്ചിട്ടുണ്ടോ? പിടിച്ചു കള്ളം കയറിയില്ല. ആ കള്ളന് ഇടി കൊണ്ടിട്ട് വില്ലൻ ചോദിക്കണം. അന്ന് ശരിക്കും പറഞ്ഞാൽ കള്ളം കയറിയപ്പോ നമുക്ക് പിടിക്കാൻ പറ്റാഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ അപ്പൊ ഫുൾ നശിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ മൊത്തം ചെളിയോണ്ട് ഇങ്ങനെ ഡേഞ്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ CCTV ഒന്നും ഉണ്ടായിരുന്നില്ല. ഷിയാസിന്റെ വീട്ടിൽ കള്ളം കയറി എന്ന് പറഞ്ഞല്ലോ. അവിടെ ടേപ്പർ കാർഡ് വെച്ചിരുന്നത് ആ കളർ അറിയാൻ ടേപ്പർ കാർഡ് ഇട്ടപ്പോഴത്തെ അതിനകത്തുനിന്ന് മുത്തേ സത്തേ അവൻ അടിച്ചിട്ട് പോയി. ശരി, അപ്പം ശ്രീവിദ്യയുടെ വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ടോ? ചേച്ചി എന്റെ വീട്ടില് കള്ളനും കയറിയിട്ടില്ല. കള്ളം കയറിയ നിങ്ങൾ ചോദിക്കണില്ല. എന്റെ വീട്ടിൽ ഏറ്റവും ഈസി ആയിട്ടാ കീ വയ്ക്കാം. എന്റെ വീട്ടിൽ മാത്രം വന്നില്ല. നമ്മള് മറ്റേ കള്ളൻ എന്ന് പറഞ്ഞ മഹാബലി അല്ലേ വർഷത്തിലൊരിക്കൽ വീട്ടിൽ കയറി വരാൻ. എന്റെ വീട്ടിൽ മാത്രം വന്നില്ല എന്ന് പരാതി. ഇനി കേരളത്തില് ഒരു സ്ഥലത്തും കള്ളൻ കയറില്ല. അതിപ്പോ ഓഫീസ് സ്ഥാപനങ്ങളിലാവട്ടെ സെക്യൂരിറ്റി അതുപോലെ തന്നെ സേഫ്റ്റി എൻഷുർ ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മുടെ ലാന ടെക്നോളജി. ലക്ഷ്മി, ശ്രീവിദ്യ വയ്ക്കുക. ഈ പരിപാടി നമ്മൾ സംപ്രേഷണം ചെയ്താ നമ്മുടെ കള്ളന്മാരുടെ ഓഡിയൻസ് പിണങ്ങി പോവുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാന ടെക്നോളജീസിന്റെ ഒരു പ്രത്യേകത ഈ ഒരു ടെക്നോളജീസ് ഇപ്പൊ ഈവൻ പോലീസുകാരാണെങ്കിലും ബിനാനിപുരം അതായത് അവിടുത്തെ പോലീസുകാരാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് റെസിഡൻസ് അസോസിയേഷനിൽ വരെ ഈ ഒരു ടെക്നോളജി അഡാപ്റ്റ് ചെയ്ത് ഈവൻ പോലീസ് സ്റ്റേഷനിൽ കള്ളന്മാരെ വരെ പിടിച്ചിട്ടുണ്ട് പോലീസ് ഒഫീഷ്യൽസ്. അത്രയും ഹൈ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് കേട്ടോ ഇത്. സംഗതി എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു കുട്ടി ഗെയിമിലേക്കല്ല നല്ല ഇന്റർനാഷണൽ ലെവലുള്ള ഒരു ഗെയിമിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു ടെക്നോളജിക്കൽ ഗെയിമിലേക്ക് പോകുന്നത്. ആൻഡ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ദാറ്റ് ഈസ് ലാന ടെക്നോളജി. അപ്പം ലാന ടെക്നോളജിയുടെ കുറച്ച് ടെക്നോളജിക്കൽ സിസ്റ്റംസ് എന്താണെന്ന് നമ്മൾ ഒരു ഗെയിം രൂപേണ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് തരികയാണ്. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 ടീമായിട്ട് നമ്മൾ നിൽക്കുന്നു. ഒരു ടീമിൽ 6 പേര് വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതിലെ പാവങ്ങൾ 2 ഒരു കള്ളിയും ഒരു കള്ളനെയും ഈ ഗെയിമിൽ കേട്ടോ. ശരി, അപ്പൊ ഈ ഗെയിം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പേര് ഒരു ടീമിൽ നിന്ന് അവിടെ വരിവരിയായിട്ട് ട്രെയിൻ പോലെ നിൽക്കണം.
ഇപ്പുറത്തും ബാക്കിയുള്ള 5 പേര് വരിവരിയായിട്ട് ട്രെയിൻ പോലെ നിൽക്കണം. ആൻഡ് ഇവർക്ക് നമ്മളൊരു വൈറ്റ് മാസ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാസ്ക് ആൻഡ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. അതായത് അവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് മാസ്ക് ആൻഡ് ടെമ്പറേച്ചർ ഡിറ്റക്ഷൻ ഡിവൈസ് ആണ്. സംഗതി ഇത് ഭയങ്കര ഹൈ സ്പീഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. നമുക്കൊരു തരി ടെമ്പറേച്ചർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ മാസ്ക് വെച്ചിട്ടില്ലെങ്കിലോ നമുക്ക് അടുത്ത ലെവലിലേക്ക് കിടക്കാൻ പറ്റില്ല. കോവിഡ് കാലമാണ്, നമ്മൾ എല്ലാവരും മാസ്ക് വെക്കണം. നിങ്ങൾ മാസ്ക് വെച്ചിട്ടില്ലേ ഡിറ്റക്ഷൻ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങളെ വിടില്ല. അങ്ങനെയാണ്. പിന്നെ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. No mask, normal temperature. No mask, normal temperature. അടിപൊളി. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതൊരു സ്ക്രീൻ ആണ്. അവിടേക്ക് നമ്മൾ ഈ ഒരു വൈറ്റ് മാസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മളെ തന്നെ നോക്കുക. അപ്പം നമ്മുടെ ടെമ്പറേച്ചറും മാസ്കും നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഗുഡ് ലക്ക് എന്ന് പറയും, നിങ്ങൾ അലൗഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെവൽ എൻട്രി കിട്ടും. 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കേണ്ടായിരിക്കും. സാമർത്ഥ്യമുള്ള ആൾക്ക് ഏറ്റവും ആദ്യം അപ്പുറത്തേക്ക് വരാൻ പറ്റും, അടുത്ത ലെവലിലേക്ക് വരാൻ പറ്റും. ഇവിടെ ഒരു ഇടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, കാരണം 2 ടീം ഒരുമിച്ചാണല്ലോ. ഇവിടെ മാസ്ക് വെച്ചതിന് ശേഷം ആർക്കാണോ ആദ്യം ഇതിനുള്ളിൽ സ്ക്രീൻ ചെയ്യാൻ പറ്റുക അവരായിരിക്കും ഫസ്റ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. No mask, Somebody is reporting here. no mask, normal temperature. No mask, normal temperature. ഓക്കെ, എന്നിട്ട് നമ്മൾ മാസ്ക് ഇവിടെ വെക്കണു. ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ഒരു പേഴ്സണൽ കാർഡ് ഉണ്ടായിരിക്കും. ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ മെട്രോയിലൊക്കെ പോകുമ്പോൾ ഒരു കാർഡ് ഉണ്ടാവില്ലേ. എന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ലാന ടെക്നോളജീസിന്റെ ആക്സസ് കൺട്രോൾ സിസ്റ്റത്തിലേക്കാണ്. ഇത് ആക്ച്വലി നമ്മൾ ഗൾഫിലൊക്കെ മോൾസിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെയുള്ള ഒരു ടേൺ സ്റ്റൈൽ ഗേറ്റ് ആണ്. അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. പക്ഷെ എങ്ങനെ കിടക്കാൻ പറ്റും? നമ്മുടെ ഈ ഒരു ആക്സസ് കൺട്രോൾ കാർഡ് വെച്ചിട്ട് ഇവിടെ നമ്മൾ ആക്സസ് ചെയ്യണം. നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ അഭിമാനത്തോടുകൂടി അപ്പുറത്തേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇവിടെയും ഒരു ക്യാമറ ഉണ്ട്, അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ക്യാമറ ഉണ്ട്. അതുകൊണ്ട് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. ഇവന് കളിക്കാൻ പറ്റില്ലല്ലോ സീസണ്. ആ, ആരൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നുള്ളത് നമുക്ക് വഴിയെ കാണാട്ടോ. ഓക്കെ, അങ്ങനെ ഈ കാർഡ് റീഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലാന ടെക്നോളജീസിന്റെ ആക്സസ് കൺട്രോൾ സിസ്റ്റം ആണിത്. അതിനുശേഷം നമ്മൾ വരുന്നത് എന്താ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2 ടീമിനും വേണ്ടിയിട്ട് കുറച്ചധികം നമ്മൾ ചാവീസ് കീസ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കീ അവരെടുക്കുകയാണ്. കീ എടുത്തതിന് ശേഷം ഈ ചാവിയും കൊണ്ട് ലാന ടെക്നോളജീസിന്റെ മെറ്റൽ ഡിറ്റക്ടറിൽ കൂടെ നമ്മൾ അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പോകണം. അല്ല, ഞാൻ പോയി അടിക്കില്ല, കാരണം മെറ്റൽ ഇല്ലല്ലോ. എനിക്ക് കള്ളത്തരം ഞാൻ പോകണം. ചിലപ്പോ ടാറുണ്ടാവും കയ്യില്. അത് കള്ളത്തരം ഉള്ളതുകൊണ്ടല്ല. മെറ്റലുണ്ട്, അതുപോലെ തന്നെ എന്റെ മോതിരത്തിൽ മെറ്റലുണ്ട്. അതുകൊണ്ടല്ല, കള്ളത്തരം ഇല്ലാത്ത ഓരോ ലോക കള്ളി പോണോ. അപ്പൊ ശശാങ്കന് കളിക്കാൻ പറ്റില്ല. ഇല്ലല്ല, അര മൊത്തം രക്ഷയാ. ശരിക്കും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, അതായത് AI ഫേസ് ഡിറ്റക്ഷൻ ക്യാമറയാണുള്ളത്. മറ്റൊരു പ്രത്യേകത, ലാന ടെക്നോളജീസ് എല്ലാ ഇമോഷൻസ് വരെ ഒപ്പിയെടുക്കും. അതായത് ഇതിങ്ങനെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരാളുടെ മുഖത്ത് ഭയങ്കര ചിരിയാണെന്നുണ്ടെങ്കിൽ, ഭയങ്കര സാഡ്നെസ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒപ്പിയെടുത്തിട്ടായിരിക്കും ഇത് നമ്മളെ സ്ക്രീൻ ചെയ്യണ്ടായിരിക്കുക. അറ്റ് ദ സെയിം ടൈം എത്ര ആൾക്കാർ ഇതിൽ കൂടെ പാസ് ചെയ്തു എന്നുള്ള കൗണ്ട് വരെ ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ഇമോഷൻസ് ഇതിങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ടാസ്ക് ഇവിടെ വരണേ, ഇത് ഒരു മെറ്റൽ ഡിറ്റക്ടർ ആണല്ലോ, പക്ഷെ നമ്മുടെ കയ്യിൽ ചാവിയുണ്ട്. എങ്ങനെ നമ്മൾ അപ്പുറത്തേക്ക് കടക്കും? അവരെ രക്ഷിക്കുകയും വേണം. ഓക്കെ, അത് നിങ്ങളുടെ ബുദ്ധിയാണ്. എങ്ങനെ വേണേലും നിങ്ങൾക്ക് പാസ് ചെയ്യാം, പക്ഷെ അലാം അടിക്കാൻ പാടില്ല. ലാനയാണെങ്കിൽ ഭയങ്കര കൂർമ്മ ബുദ്ധി ആയതുകൊണ്ട് ഒരു തെറി മെറ്റലിന്റെ അംശം കണ്ട അപ്പൊ അലാറം അടിക്കും. അതിനുശേഷം ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലെ ഇങ്ങനെ പാസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങളുടെ ടീം മെമ്പർ ആരാണോ പാവം ഇവരെ ഒന്ന് രക്ഷിക്കണം. എല്ലാ ചാവിയും നിങ്ങൾക്ക് ഇട്ട് നോക്കാം. അങ്ങനെ ഏതെങ്കിലും റിലീസ് ആവുകയാണെങ്കിൽ 2ഉം ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരണം. അവർക്ക് 1 പോയിന്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം, എല്ലാ തവണയും ഞാൻ പറഞ്ഞു പറ്റിക്കുന്ന പോലെയല്ല, നമ്മുടെ ലാന ടെക്നോളജീസ് ഒരു ഓഫറും കൂടെ വെച്ചിട്ടുണ്ട്. ഈ ഗെയിം ജയിക്കുന്ന ആ ഒരു ടീമിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ ഉണ്ട്. അതിപ്പോ പറയണ്ടായിരുന്നു. എന്താ ഐശ്വര്യ അത് അടിച്ച് പൊട്ടിക്കുമോ? ജയിക്കാൻ വേണ്ടി അത് പൊട്ടിക്കും. ഇല്ലല്ല. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ലാന ടെക്നോളജി. ലാന ടെക്നോളജീസ് എന്നുള്ള ഗെയിം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. Mission encircle. Normal temperature. No mask. Normal temperature. വെരി ഗുഡ്. ലാന ടെക്നോളജീസ് അങ്ങനെ എളുപ്പം കൊണ്ടൊന്നും പിടിയേറില്ല. കള്ളത്തരം ഉണ്ടോ? അവിടെ നിൽക്കാം. എടി ഒന്ന് പെട്ടെന്ന് വാ. പാൻറ് കേട്ടിടും.
very good. Anu, 1 point. Super. അടിപൊളി. Mission encircled. Somebody is reporting here. No mask. Normal temperature. No mask. Normal temperature. എടി കൊച്ചെ ദോശ മറിച്ചിടുന്നതിന് മറിച്ചിട. ആ ഓടിയോ ഓടിയോ. No രക്ഷ ഡൈന. ഇങ്ങനെ കിടക്കും. സൂപ്പർ. അടിപൊളി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അന്ന ഐഷു ആണ് ട്ടോ വരുന്നത്. എന്റെ അമ്മേ അയ്യോ ഞങ്ങളുടെ നാനോ ടെക്നോളജി ഐഷു വരുന്നത്. കുടിയാനെയോ. വെരി ഗുഡ് അടിപൊളി സൂപ്പർ 1 point. No mask. Normal temperature. അടിച്ചു ശിശു അടിച്ചു. ഏലപ്പില്ല കേട്ടോ. No mask. Normal temperature. ശശാങ്കന്റെ ഏലസ് അടിച്ചില്ല കേട്ടോ. അതാ പറഞ്ഞേ. ആ അതിന്റെ ഉള്ളിൽ തന്നെ ഇടരുത്. ഓടാ നിങ്ങള്. വെരി ഗുഡ് ശശു സൂപ്പർ. Normal temperature. No mask. ആ ഓക്കെ ഓക്കെ. ഇതാരേ പോണേ. സുധിച്ചേട്ടനെ വിശ്വസിക്കാൻ പറ്റില്ല. അതാ No mask. Normal temperature. അടുത്തതായി ഷിയാസ്. വെരി ഗുഡ് സുധിച്ചേട്ടാ അടിപൊളി. Mission encircled. No mask. ഈ ആറ്റിറ്റ്യൂഡ് കിട്ടിട്ട് അവിടെ ആരാ പറഞ്ഞേ? ആടെ കിടക്കുന്നു. മെറ്റൽ അടിച്ചാ. ഓ ആറ്റിറ്റ്യൂഡ്. പൊള്ളാവേ പണി വാളുവോ. കമന്ന് കിടന്നിട്ട് അരണം എന്നായിരിക്കും വാ. അത് കുഴപ്പമില്ല. ഇനി അത് മാത്രമേ ഉള്ളൂ. വേഗം നോക്ക്. ഇത് വിട്ടോ. ഞങ്ങള് വീണ്ടും അഴിച്ചേ. ഞങ്ങള് വീണ്ടും അഴിച്ചു. വെരി ഗുഡ് ഷിയാസ്. Mission encircled. ചാപ്പിക്കാരിന്റെ ചാവി കാണാനില്ല. ആ കിട്ടി. ഷിയാസിന്റെ കഴുത്തിൽ കുറെ മാറി. അനു ഓടി വാ. ഇവിടെ പിന്നെ ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പോയോണ്ട് ഇതൊക്കെ എളുപ്പാ. എനിക്ക് വേറെ ഇല്ല. എനിക്ക് വേറെ ബ്രാഞ്ചുകളില്ല. അണ്ണാ കം ഓൺ. തള്ളി നോക്ക്. അത് പറ്റില്ല. അല്ല എന്ത് പരിപാടി അത്? എടാ കള്ള. സാമർത്ഥ്യമുള്ളവർക്ക് ഗെയിം കളിക്കാം. അടിപൊളി അടിപൊളി ഗുഡ്. സാമർത്ഥ്യമുള്ളവർ അങ്ങനെ കളിച്ചാ സാമർത്ഥ്യമുള്ളവർ കാര്യക്കാരന്മാരെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഏതായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് വിനു അടിമാലി ടീം. വിനു അടിമാലി ടീം. ലക്ഷ്മി, ഈ ഗെയിമിൽ തോറ്റത് ഞങ്ങള് ദുഃഖിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ടീം എയർപോർട്ടിൽ എവിടെ പോയാലും 1 ചെക്കിംഗ് ആയിരിക്കും.
എന്തൊക്കെ പറഞ്ഞാലും എത്രത്തോളം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട് ലാന ടെക്നോളജീസ് എന്നുള്ളത് ഈ ഒരു 4 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. മെറ്റൽ ഡിറ്റക്ടർ, അതായത് ചെറിയൊരു മെറ്റൽ വരെ ഉണ്ടെങ്കിൽ അത്രയധികം ഇഴഞ്ഞാണ് പോയി മറ്റേ ബീപ്പ് കേൾക്കാതെ പോയി. അതെ അതെ. പക്ഷെ അത് ഒരിക്കലും എയർപോർട്ടിൽ മറ്റു സംഭവം നടക്കില്ല. എഴഞ്ഞു പോകുന്നത് പറ്റൂലെന്ന് പറയാൻ എത്രയോ തവണ ബിനു അടിമാലി എയർപോർട്ടിൽ കൂടി എഴഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എയർ ഹോസ്റ്റസ്മാരും ഫ്ലൈറ്റിലുള്ളവരും പറയുന്നത് ദൈവത്തോർത്ത് ഇനി ഇവന് സാധനം കൊടുക്കരുത്, ഇനി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എഴഞ്ഞോണ്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എയർ ഹോസ്റ്റസ് മകുടി ഊതി ഫ്ലൈറ്റിൽ കയറ്റി കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അതിന് ഞാൻ അങ്ങനെ പറയരുത്. നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇവിടെ ലാന ടെക്നോളജീസ് നമുക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും അതൊരു ഗെയിം രൂപേണ നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു അല്ലെ, എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്നുള്ളത്. ഈ ലാന ടെക്നോളജീസിന്റെ ഉടമസ്ഥൻ ഷിബു മാത്യൂസിനെ ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ പോയിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ആളാണ്, സുഹൃത്താണ്. ഈ സൗദി അറേബ്യയിൽ കള്ളത്തരം പിടിച്ചു കഴിഞ്ഞാൽ നല്ല ചാട്ടക്കടിയും വെട്ടും കുത്തുമൊക്കെ നടക്കും. അതുകൊണ്ട് അത്ര കണ്ട് കള്ളത്തരം ചെയ്യില്ല. പുള്ളി ഇവിടെ കേരളത്തിൽ ബ്രാഞ്ച് തുടങ്ങുന്നു പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സൗദിയിലെ ടെക്നോളജി ഒന്നും അല്ല കേരളത്തില്. ടെക്നോളജീസിന്റെ ഒരു കാര്യം പറയണം. ഇപ്പൊ ഒരു എല്ലാ ഹോട്ടലുകളിലും നമ്മുടെ കൈ ഉണക്കാനുള്ള ഒരു സാധനമൊക്കെ വന്നിട്ടുണ്ടല്ലോ. നമ്മൾ അതിന്റെ അടി കൈ കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൈ ഉണങ്ങും. പക്ഷെ ഒരു 15-16 വർഷം മുമ്പ് വിദേശത്ത് പോയപ്പം ഒരു പാട്ടുകാരിയുടെ അച്ഛനും എന്റെ കൂട്ടത്തിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈ കഴുകാൻ വേണ്ടിയിട്ട് ഇല്ല അങ്ങനെ നേരെ ഞങ്ങള് ടോയ്ലറ്റിൽ പോയിട്ട് കൈ കഴുകി കഴിയുമ്പം ഞാൻ ഇതിനടിയിൽ ഇങ്ങനെ കൈ വെച്ചു. സംഭവം നല്ല ചൂടുകാറ്റ് വന്ന് ഉണക്കിയിട്ട് പോയി. അപ്പൊ ഈ പാട്ടുകാരത്തിയുടെ അച്ഛൻ ഇങ്ങനെ നോക്കിയപ്പം എന്തുകൊണ്ടാണ് ഇതിൽ വന്നത്, ഇതിന് സ്വിച്ച് ഒന്നും കാണുന്നില്ല, നല്ല മുട്ട പുഴുങ്ങിയിട്ട് തൊണ്ട് കളഞ്ഞു വെച്ച പോലെ ഭിത്തിയിലൊരു സാധനം ഇരിക്കും, ഇതിൽ കൈ വെച്ചപ്പോ എങ്ങനെയാണ് ഒച്ച വരുന്നത് മനസ്സിലായി. പുള്ളി കുറച്ചു നേരം അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇതിനകത്തുനിന്ന് ഈ കാറ്റ് വന്ന് അപ്പൊ പുള്ളി ഓർത്തു ഇതിനകത്തുനിന്ന് എന്ന് പറഞ്ഞ ഈ ശബ്ദം സെൻസ് ചെയ്തിട്ടാണ് ഈ സാധനത്തിൽ നിന്ന് കാറ്റ് വരുന്നതെന്ന് ഓർത്തിട്ട് പിറ്റേന്ന് രാവിലെ കൈ കഴുകിയിട്ട് അതിന്റെ അടുത്ത് വന്നിട്ട് ഒച്ച എടുത്തിട്ട് അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് കാറ്റ് വന്ന് കൈ കഴിച്ചു. കുഴപ്പമില്ല, ഐസിട്ട് വെച്ചാൽ നാളെ കുടംപുളി ഇട്ട് വെച്ചാൽ നന്നായിരിക്കും. എന്നാലും തിരക്കേടില്ല. അപ്പോ ഏതായാലും ഈ ഒരു ഗെയിം ജയിച്ചിട്ടുള്ളത് നമ്മുടെ ബിനുചേട്ടന്റെ ടീമാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു അടിമാലി ആൻഡ് ടീം. ലോകത്തിന് താഴെയുള്ള എന്ത് ടെക്നോളജി ഉണ്ടെങ്കിലും അതിനിടയിൽ കള്ളത്തരം കാണിക്കുന്ന അസീസിനായിക്കോട്ടെ ബെസ്റ്റ് പെർഫോമർക്കുള്ള ഒരു അവാർഡ് നമ്മുടെ നാട്ടിലാണ് ഈ ഒരു ടെക്നോളജി ശരിക്കും ഡെവലപ്പ് ചെയ്ത് എന്നുള്ളൊരു കാര്യത്തില് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാന ടെക്നോളജീസിന്റെ വക ഒരു ഓഫറും കൂടി ഉണ്ടായിരുന്നു ഫ്രം ദ MD, അതായത് ഷിബു മാത്യു. അപ്പൊ ഏതായാലും അദ്ദേഹം ഒരു ഓഫർ തന്നിരുന്നത് ജയിച്ച ടീമിന് ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. സോ ഏതായാലും ഈ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തിയെ ഞാൻ വിളിക്കുകയാണ്. ലാന ടെക്നോളജീസിന്റെ MD ഡോക്ടർ ഷിബു മാത്യു. അദ്ദേഹത്തെ നമ്മൾ വെൽക്കം ചെയ്യാണ്. പ്ലീസ് വെൽക്കം സർ, പ്ലീസ്. അപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരുപാട് പ്രചാരമുണ്ട് നമ്മുടെ ലാന ടെക്നോളജീസിന്. ഇപ്പൊ നമ്മുടെ നാട്ടിലും കളമശ്ശേരിയിലാണ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് അല്ലെ. എന്താണ് ഇങ്ങനെ ഒരു ആശയം? ഓ സാറിന് മൈക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതെ അതെ ഭയങ്കര ആവേശം. ഇത് ഗൾഫിലുള്ള സ്ഥാപനമാണ് നമ്മളുടെ മെയിൻ ബ്രാഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ലാന ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് പുതിയ സെക്യൂരിറ്റി സൊല്യൂഷൻസ് അതൊക്കെ പരിചയപ്പെടുത്താനായിട്ടും അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്സുമായിട്ട് നമ്മൾ ഇവിടെ സ്ഥാപനമുണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഫ്ലവേഴ്സിന്റെ തന്നെ ടോപ്പ് സിംഗറിന്റെ ഫ്ലോറിൽ. അന്ന് നമ്മുടെ ചോട്ടാസൊക്കെ ഇരുന്ന് പാടുമ്പോൾ ഇദ്ദേഹം ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരുന്നു കേട്ടോ. ഒരു കലാകാരനും കൂടെ അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഈ ഫ്ലോറിൽ വന്ന എല്ലാവരും പാട്ടോ ഡാൻസോ എന്തെങ്കിലും ചെയ്യും. അന്ന് ഞാൻ ആസ്വദിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ പാട്ടേ ചോദിക്കണല്ലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ലാന ടെക്നോളജീസ് വെച്ചിട്ട് അതിപ്പോ ഓഫീസിലാണെങ്കിലും റെസിഡൻഷ്യൽ ഏരിയസിലാണെങ്കിലും ഒക്കെ ഈ ടെക്നോളജീസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ തോന്നിയ ആ ഒരു ആശയം എന്താ? സ്റ്റാർ മാജിക് ഓൾറെഡി ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇപ്പോൾ. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂവേഴ്സ് കിട്ടും, ആൾക്കാർക്ക് മനസ്സിലാകും, പിന്നെ ഗെയിമിലൂടെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ പറ്റും, കുട്ടികൾക്ക് വരെ മനസ്സിലാവും. ഈവൻ നമ്മുടെ പോലീസ് ഓഫീഷ്യൽസ് വരെ ഈ ഒരു സിസ്റ്റം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ കള്ളനെ പിടിക്കാൻ. അതൊന്ന് ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. അത് ബിനാനിപുരം പോലീസ് സ്റ്റേഷൻ അവരുടെ റെസിഡൻസ് അസോസിയേഷൻ വക അവരുടെ റെസിഡൻസ് മൊത്തം ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളന്ന് അത് ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ അസീസേ ആ പ്രദേശത്ത് ഇനി ഇറങ്ങി നടക്കണ്ട, ടെക്നോളജി പൊക്കും, കൈയോടെ പിടിക്കും. ഓക്കെ. അപ്പോ നേരത്തെ നമ്മൾ അറിഞ്ഞു ഇദ്ദേഹം ഒരു കലാകാരനും കൂടെയാണ്. അതുകൊണ്ട് ഒരു 4 പേര് കേൾക്കാനുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക്. കലാകാരനൊന്നും അല്ല, ആസ്വാദകനാണ്.
ഈ ഫ്ലോറിൽ കാലി ചവിട്ടിയ കലാകാരനാവും. ആയി എപ്പോഴാ ഇവരുടെ കൂടെ നിൽക്കുമ്പം നമ്മളായി പോവും. അപ്പൊ എന്തായാലും നമ്മൾ ആരും പാട്ടുകാരല്ല, അതുകൊണ്ട് ഇവിടെ എന്തും പാടാം. അത്രേ ഉള്ളൂ. मेरे सपनों की रानी कब आएगी तू, आए मस्तानी कब आएगी तू, ये तू चाहे जिंदगानी कब आएगी तू, चलिया तू चलिया, मेरे सपनों की रानी कब आएगी तू, आए मस्तानी कब आएगी तू, ये तू चाहे जिंदगानी कब आएगी तू, चलिया तू चलिया. प्यार की कलियां, बाहों की कलियां, सब रंग रलियां पूछ रही है. प्यार की कलियां, बाहों की कलियां, सब रंग रलियां पूछ रही है कि तू पनघट पे किस दिन गाएगी तू, मेरे सपनों की रानी कब आएगी तू, आए मस्तानी कब आएगी तू, बीत चाहे जिंदगानी कब आएगी तू, चलिया तू चलिया. अरे फूल से खिल के पास अकेल के, दूर से मिल के चैन आए, फूल से खिल के पास अकेल के, दूर से मिल के चैन आए, और कब तक मुझे पढ़ पाएगी तू, मेरे सपनों की रानी कब आएगी तू, और मस्तानी कब आएगी तू, बीत चाहे जिंदगानी कब आएगी तू, चलिया तू चलिया, चलिया हाँ तू चलिया. നേരത്തെ പറയണ്ടേ ഞാൻ പാടില്ല എന്നൊക്കെ, പക്ഷേ ഡേ ടു ഡേ ബിസിനസ് റുട്ടീൻസ് അത്രയും എന്താ പറയാ ഹെക്ടിക് ആയിട്ടുള്ള മീൻസ് അങ്ങനത്തെ ഒരു ഡേ ടു ഡേ റുട്ടീൻസിൽ കൂടിയാണ് പോണേ. പക്ഷെ ആ ഒരു കലാകാരൻ പുറത്തു വന്നു, നമ്മൾ സ്റ്റാർ മാജിക്കിൽ വന്നപ്പോ എന്റെ രസമായിട്ട് പാടി, ഭയങ്കര വൈബായിരുന്നു. വീട്ടിൽ മാത്രം ഭാര്യയുടെ അടുത്ത് പാടുന്നതാണിത്. ഇപ്പൊ ആരും കണ്ടിട്ടില്ല. ഇത്രയും നന്നായിട്ട് പാടാൻ കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഷിയാസിന്റെ പാട്ട് പാടിയ എപ്പിസോഡ് എല്ലാം കണ്ടിട്ടുണ്ട്. ഇല്ലാതെ ഇങ്ങനെ പാടാൻ കഴിയില്ല. അത് മാത്രല്ല പുള്ളിക്ക് ആ പാട്ടിന്റെ ഇടയില് കൃത്യമായിട്ട് സുധിയണ്ണനെ നോക്കിയിട്ട് ചളിയാ ചളിയാ, അത് മാത്രം ഇത്രയും പേര് നിൽക്കുന്നുണ്ടെങ്കിലും ബാക്കിയെല്ലാം പുള്ളി ലക്ഷ്മിയായിട്ട് ഷെയർ ചെയ്യും, കിളിക്കൊക്കെ കൊടുക്കും. പക്ഷെ സുധിയണ്ണനെ കാണുമ്പോൾ ചളിയാ, അത് നിങ്ങളുടെ കൂടെ ഷിയാസ് നിൽക്കുക, പ്രതികരിക്കണം. This is all about the MD of Lana Technologies, Dr. ഷിബു മാത്യു. ഒരു വലിയ കാര്യം എടുക്കാം. അപ്പം ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ശരിക്കും നമ്മുടെ സ്റ്റാർ മാജിക് തന്നെ തെരഞ്ഞെടുത്തതെന്ന്, നമ്മുടെ ഈ ഷോയിൽ തന്നെ ഇങ്ങനെ ഒരു ഇന്റഗ്രേഷന്റെ ഭാഗമായിട്ട് എത്തിയെന്ന് ഒരു വലിയ കാര്യം എടുക്കുകയാണ്. അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് കഴുത്തി കിടക്കുന്ന സ്വർണ്ണമാല ഇപ്പൊ ഒരു അസീസിന് ഇട്ട് കൊടുക്കും. ചെയ്യൂ. അല്ല, ഒരു പാട്ടുകാരൻ ഇവിടെ നിൽക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു പെർഫോമൻസ്? ഞാന് ചെറുതായിട്ട് പാട്ടുമൊക്കെ പാടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇവരിടയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പാടിയിട്ട് ഒന്ന് നിക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ കംപ്ലീറ്റ് പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നുള്ള അടുത്ത ഐറ്റം ആലോചിക്കണം. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി ഇദ്ദേഹം വാക്ക് പാലിക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ, ലാന ടെക്നോളജീസ് എന്നുള്ള ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് വിനുചേട്ടന്റെ ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു വിനു, അടിമാലി ആൻഡ് ടീം. ജയിച്ച ടീമിനുള്ള ഗിഫ്റ്റ് ആണ്. ക്യാപ്റ്റൻ ഏറ്റുവാങ്ങുന്നു. ലാന ടെക്നോളജീസിന്റെ ഒരു ഉപഹാരമാണ്. MD മിസ്റ്റർ
ഷിബു മാത്യു, ഡോക്ടർ ഷിബു മാത്യു അദ്ദേഹം നൽകുന്നത് ജയിച്ച ടീമിലെ എല്ലാ മെമ്പേഴ്സിനുണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെ പോയാലും ഒരുപാട് ഗെയിം കളിച്ച് ജയിച്ചിട്ടുള്ള വ്യക്തികളാണ് നമ്മളെല്ലാം. പ്രത്യേകിച്ച് ഞാനും കരണമെന്നുണ്ട്. ഇന്ന് വരെ ഒരു മുട്ടായി പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്കില്ലല്ലേ? നിങ്ങൾക്ക് ചാട്ടയടിയുണ്ട്. അതെ, ഇവർക്കൂടെ കൊടുത്താലോ? തീർച്ചയായിട്ടും കൊടുക്കുക. അസീസെ, ഞാൻ പണ്ട് തൊട്ട് ഈ കോടീശ്വരന്മാരെ പറ്റി വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ചവെന്ന് കേട്ടിട്ടുണ്ട്. കയ്യിൽ വെള്ളി ബാഗുമായിട്ട് വരുന്ന ആളെ ഞാൻ ആദ്യം കാണുക. ഇഷ്ടം പോലെ വെള്ളി ബാഗ് ഉണ്ട്, എല്ലാരും വാങ്ങിച്ചു. സാധാരണ ഒരു സ്പോൺസർ വരുമ്പോ ഞാൻ ഇത്ര പേർക്ക് കൊടുക്കാം, അത്ര പേർക്കേ കൊടുക്കുള്ളൂ. പക്ഷെ ഇദ്ദേഹം പറയാ ഞാൻ എല്ലാവർക്കും കൂടെ കൊടുത്തോട്ടെ എന്നൊക്കെ. അത് ഇദ്ദേഹത്തിന്റെ ഒരു നമ്മളിനി കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും പുള്ളി കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾ Congratulations to Afifka and team. തോറ്റേനല്ല. കൂടെ കാരണം എന്താ ആങ്കറിനോട് കൊടുത്തില്ലേ മോശം? താങ്ക് യു. അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റിനും കൂടെ കൊടുക്കണം പറഞ്ഞ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, എന്നാൽ ലാന ടെക്നോളജിയുടെ ഗിഫ്റ്റ്സ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. വി ആർ സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോ ഇത് ലാന ടെക്നോളജീസിന്റെ ലാന ടെക്നോളജി ഗെയിമാണ് നമ്മളിവിടെ കളിച്ചത്. ഇത്രയും വർഷത്തിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആദ്യമായിട്ട് ഒരു ടെക്നോളജിക്കൽ ഗെയിമാണ് ഈ ഫ്ലോറിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ. അവിടെയും സത്യം വിജയിച്ചു എന്നാണ് എനിക്ക് പറയാം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം Berger Paints, Weathercoat, Long Life Star Magic, powered by Eastern, ChavaraMatrimony.com, Scott Floor Cleaner, Valluvanadu Easy Money, easy to make more money, and Sheen Lac Water-Based Wood Polish. Our online education partner, Xylem MBBS Mobile Entrance App. Our special partner, Chris Pello. Good night. 90+ മൈ ട്യൂഷൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ മാറ്റുരയ്ക്കാൻ നിങ്ങൾ പാട്ട് പാടുന്ന ഒരു വീഡിയോ ദൃശ്യവും ബയോഡാറ്റയും topsinger@flowers.tv.in എന്ന മെയിൽ ഐഡിയിലേക്കോ 811199909113 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ ഞങ്ങൾക്ക് അയയ്ക്കുക.